അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് കുറച്ചധികം ഓർഡറുള്ളൊരു ദിവസമാണ് കേട്ടോ. ഒരു ഹൗസ് വാമിങ്ങിനുള്ള ഫുഡാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ കറി, അതേപോലെ തന്നെ തേങ്ങയൊക്കെ വറുത്തരച്ച ചിക്കൻ കറി ആയിട്ടോ ഉണ്ടാക്കേണ്ടത്. പിന്നെ ചിക്കൻ 65, അതേപോലെ ബീഫ് വരട്ടിയത്, പിന്നെ നൂൽപുട്ട്, പത്തിരി, പാലപ്പം, ഇതിനൊക്കെയാണ് കേട്ടോ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 45 പൊറോട്ടയും വേണം. പൊറോട്ട പിന്നെ ഞാൻ ഉണ്ടാക്കണില്ല, നമ്മളെ കടൻ്റെ അടുത്ത് ഒരു കടയിത്തൊരു കാക്കുണ്ട്, ആ കാക്കാനെ ഏൽപ്പിച്ചേക്കാം കേട്ടോ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീഫ് ഞാൻ കുറച്ച് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടേനും, അതേപോലെ ചിക്കനൊക്കെ കഴുകി വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ളതും അതേപോലെ 65-നുള്ള ചിക്കനും ഒക്കെ കഴുകി വെച്ച്, പിന്നെ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടി കുഴച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ പാലപ്പത്തിനുള്ള മാവ് കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ 65-നുള്ള മസാല കൂട്ടി വെച്ചു. പിന്നെ പത്തിരി ഇതാ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ പത്തിരി പരത്തി വെച്ചിട്ടുണ്ടേനും. പിന്നെ പത്തിരി രാത്രിയിലാട്ടോ ചുട്ടെടുത്തത്. പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ബാക്കിയുള്ള എണ്ണയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വറുക്കാനുള്ള. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അങ്ങനെ കാണണമെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. തേങ്ങ നല്ലോണം അങ്ങനെ ചുമക്കനെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ വറുക്കാനൊക്കെ എൻ്റെ ഇപ്പം ഹെൽപ്പിന് ആളുണ്ട് കേട്ടോ, എൻ്റെ ഹസ്ബൻഡ് ഉണ്ടോ അപ്പോൾ. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം 5:30 പണി തുടങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ 5:30-6 മണി വരെ ഞാൻ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയ ഫുഡാണിത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടേനി എന്ന് പറഞ്ഞ് അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇതേപോലെ ഓർഡറൊക്കെ തരുന്ന സമയത്ത്, എനിക്ക് ഒഴിവുള്ള സമയത്താണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ 4 കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് 100 പത്തിരിയും അതേപോലെ 45 പാലപ്പം, 45 നൂൽപുട്ട്, 45 പൊറോട്ട, അതിക്കൊക്കെ ഉള്ള കറി കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ വറുത്തരച്ചൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയിൽ കിഴങ്ങും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ലൈവായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് പൊങ്ങി വന്നിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ഞാൻ പാലപ്പവും ചുട്ടെടുത്തു. പാലപ്പത്തിൻ്റെ അടുത്തേക്ക് പോകാനേ അപ്പോൾ സമയം കിട്ടിയിട്ടില്ലേനും. പിന്നെ ഒന്നിങ്ങോട്ട് ഗ്യാപ്പ് കിട്ടിയ ഇടയിൽ പാലപ്പവും ചുട്ടെടുത്തു കേട്ടോ. അങ്ങനെ പാലപ്പം ചുട്ടു, നൂൽപൂട്ട് ചുട്ടു, പത്തിരി ചുട്ടു, പിന്നെ ഇതാ ചിക്കൻ 65 റെഡിയായി. പിന്നെ ബീഫും വരട്ടിയിട്ടുണ്ട്. ബീഫ് ഞാൻ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടേനും, പിന്നെ ഇപ്പം ഒന്ന് പൊരിക്കാനുള്ളതിന് കേട്ടോ. അങ്ങനെ ബീഫും പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പം കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. മക്കളും ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഓരൊക്കെ കടന്നിട്ടുണ്ട് മക്കളൊക്കെ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ വരെ പണിയെടുത്തെന്ന് പറഞ്ഞല്ലേ ഞാൻ. അപ്പോൾ 4:45 ആയപ്പോഴാണ് കേട്ടോ ഈ ഫുഡ് കൊടുക്കേണ്ടത്. അങ്ങനെ കറക്റ്റ് സമയത്തിന് തന്നെ നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റി. എല്ലാം ഒരു 4:30 ആയപ്പോഴത്തേന് തന്നെ റെഡിയായി ഒക്കെ പാക്ക് ചെയ്തു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ ഒരു 5 മണിയാകുമ്പോഴത്തേനും ഒരു വീട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4:45 ആയപ്പോഴത്തേന് ഒക്കെ റെഡിയാക്കി കാക്കാൻ്റെ അടുത്ത് ഓട്ടോറിക്ഷയിൽ പറഞ്ഞയച്ചു. പിന്നെ അറിയാലോ, ഒരുപാട് കുക്കിംഗ് ചെയ്തതല്ലേ, അപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ടായിന് കഴുകാൻ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ പോയി കിടന്നുറങ്ങി.